നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ മുട്ടിൽ വേദനയുണ്ട്, നടുവിൽ വേദന, ജോയിൻസിൽ വേദന, ഈ പറയുന്ന വേദനകളുടെ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ വെറും 2 ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വേദന മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഞാനിങ്ങനെ വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഈവൻ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിലാണെങ്കിലും ഞാൻ എൻ്റെ പേഷ്യൻസിന് ട്രൈ ചെയ്ത് അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു റിസൾട്ട് വന്നിട്ടുള്ളൊരു കാര്യം കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഞാനിവിടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നിരിക്കുന്നത്. പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം കൂടി ആയിരിക്കും ഈ ഒരു റെമഡി എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ചെടീനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെടി അല്ലെങ്കിൽ ഈ ഒരു സസ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരം പഴക്കമുള്ള വേദനയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ 2 ഉപയോഗിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, എരിക്കിൻ്റെ ഇല. പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയായിരിക്കും ഈ എരിക്കിൻ്റെ ഇലേനെ പറ്റിയിട്ട്. ഇതിലൊരു ബൊട്ടാനിക്കൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെലോട്രോപ്പിസ് പ്രൊസറ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇല എന്നത് ഈ പറഞ്ഞ എല്ലാ വേദനകൾക്കും എങ്ങനെയാണ് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിൽ കയറാം. ആയുർവേദത്തിൽ നമ്മൾ ഈ എരിക്കിൻ്റെ ഇലേനെ അർക്ക എന്നാണ് പറയുന്നത്. പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന, അതായത് പല രോഗങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് ഈ എരിക്കിൻ്റെ ഇല എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇത് വളർന്നു വരും. അതുപോലെ തന്നെ ഈ റോഡിന്റെ സൈഡിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ കുറ്റിക്കാട്ടിലും അങ്ങനെ ചെറിയ ഇങ്ങനെ കുറച്ച് കാട് പോലെയുള്ള ഭാഗങ്ങളിലും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സസ്യം കൂടിയാണ് ഈ എരിക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇല അറിയാത്തവർക്കായിട്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു ഇല എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഇല കാണാനായിട്ട്. ഒരു ഗ്രേയിഷ് ഗ്രീൻ കളർ, തൊടുമ്പോൾ കുറച്ചൊരു കട്ടിയിലും അതുപോലെ തന്നെ ഒരു ലെതറിന്റെ പോലെ ആയിരിക്കും ഒരു ഇല കാണാനായിട്ട് ഉണ്ടാക്കുക. ഒരു പൂവ് എടുക്കുകയാണെങ്കിൽ പൂവ് കൂടുതലൊരു വെള്ള കളർ, അതുപോലെ തന്നെ പർപ്പിൾ കളറിലായിരിക്കും പൂവിൻ്റെ ഒരു കളറ്. പൂവിൻ്റെ ഒരു സെൻട്രൽ ലൈനിലായിരിക്കും കൂടുതൽ പർപ്പിളിൻ്റെ കളറായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം ഇല അല്ലെങ്കിൽ തണ്ട് എവിടെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാല് പോലെയുള്ള ഒരു ലാറ്റിക്സ് പുറത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എരിക്കിൻ്റെ ചെടിയിൽ കുറച്ച് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് കൂടുതലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ഒരു അനാൽജസിക് പ്രോപ്പർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ 2 കോമ്പൗണ്ട് വേറെ അടങ്ങിയിട്ടുണ്ട്. കെലോട്രോപ്പിൻ അതുപോലെ തന്നെ കെലോട്രോപ്പോജനിക് എന്നീ പറയുന്ന 2 കോമ്പൗണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അതുപോലെ തന്നെ വേദനയിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എരിക്കിൻ്റെ സസ്യത്തിൽ ഒരു ഉഷ്ണതീക്ഷ്ണ പ്രോപ്പർട്ടിയാണ് അടങ്ങിയിരിക്കുന്നത്. ഉഷ്ണഗുണം എന്ന് പറയുമ്പോൾ ഈ ഉഷ്ണഗുണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും, തീക്ഷ്ണ ഗുണം എന്ന് പറയുന്ന ഒരു കാര്യം ശരീരത്തിൽ ഇപ്പം എന്തെങ്കിലും സ്റ്റിഫ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കൂട്ടാനും ഈ തീക്ഷ്ണ പ്രോപ്പർട്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇലയിൽ ഒരു വാദം, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദത്തിനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ശരീരത്തിൽ വാദം കൂടുമ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ആർത്രൈറ്റിസ് റിലേറ്റഡ് വേദന എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നത് ശരീരത്തിൽ വാദം കൂടുമ്പോഴാണ്. അപ്പോൾ ഈ എരിക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനെല്ലാം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് നമ്മുടെ ജോയിൻസിന് ഉണ്ടാകുന്ന വേദനയ്ക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്നും കൂടി ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. കാരണം എരിക്കിൻ്റെ ഇലയിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം അപകടങ്ങളും നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അവസാനം കേൾക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ജോയിൻസിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 വലിയ എരിക്കിൻ്റെ ഇല എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വലിയ ഇല കിട്ടിയില്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 3-4 ഇല എടുക്കാം, വലുതാണെങ്കിൽ 2 മതിയാവും. ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളയുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഉണ്ടെങ്കിൽ എള്ളെണ്ണ, അല്ലെങ്കിൽ കടുകെണ്ണ, ആവണക്കെണ്ണയുടെ എണ്ണ, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഈ പറയുന്ന എണ്ണകൾ കുറച്ച് വാദത്തിന് ശമിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന എണ്ണയൊന്നും ഇല്ല, വേറെ ഏതെങ്കിലും തൈലങ്ങളാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കടുകെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും, കുറച്ചൊന്ന് റിസൾട്ടിന് നല്ലതായിരിക്കും. ശേഷം ഇതിൽ നന്നായിട്ട് പുരട്ടുക. 2 ഭാഗത്തും നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു പാനിൽ ഇത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം, ചൂടാകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
ശേഷം ഇത് ഒരു ഇളം ചൂടാകുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണോ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത്, വേദനയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഈ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ആ വേദനയുടെ ഭാഗത്തിനനുസരിച്ച് അവിടെ വെച്ചതിന് ശേഷം ഒരു തുണി ഉണ്ടെങ്കിൽ തുണി കൊണ്ട് കെട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ ആണെങ്കിലും അതോട് നന്നായിട്ട് കെട്ടി വെക്കുക. ശേഷം നിങ്ങൾ ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഇതവിടെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കഴുകി അവിടെ വൃത്തിയാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എത്ര നേരം ഉപയോഗിക്കണം, എത്ര വട്ടം നമ്മൾ ഉപയോഗിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു 2 വട്ടം മിനിമം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വേദന കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ 2 നേരം ഉപയോഗിക്കുക. ശേഷം പതുക്കെ നിങ്ങൾക്ക് വേദന കുറഞ്ഞു വരികയാണെങ്കിൽ ദിവസത്തിൽ 1 വട്ടമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇത് നിങ്ങൾ ചൂടാക്കിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വേദനയിൽ നിന്ന് ആ ഒരു ആദ്യത്തെ ഒരു ഫ്രീക്വൻസി പതുക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ചും യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എരിക്കിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിന്റെ വേദനയ്ക്ക് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യാറ്, ധാരാളം ബെനിഫിറ്റ്സും ഇതിനുണ്ട്. അതായത് ഇപ്പോൾ സ്കിൻ കണ്ടീഷനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, സ്കിന്നിൽ ഇപ്പോൾ എന്തെങ്കിലും റിംഗ് ബോം പോലെയുള്ള കാര്യങ്ങൾ വരികയാണ്, എക്സിമ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു പാലില്ലേ, നമ്മളിത് പൊട്ടിക്കുമ്പോൾ വരുന്നൊരു പാല്, ആ ഒരു പാല് നമ്മൾ സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. അതുപോലെ ആസ്തമയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ എരിക്കിൻ്റെ വേര് അതിങ്ങനെ നന്നായിട്ട് പൊടിച്ച് ചൂർണ്ണമാക്കിയിട്ട് തേനിൽ ചാലിച്ചൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും എരിക്കിൻ്റെ ഇല, പൂവ്, വേര് എന്നീ പറയുന്ന കാരണങ്ങൾ ഒരു ആയുർവേദിക് ഫിസിഷ്യൻ്റെ അണ്ടറിലല്ലാതെ നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാനോ പുറത്തിങ്ങനെ എന്ത് വന്നാലും ഇങ്ങനെ അപ്ലൈ ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇതിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടോക്സിക് കോമ്പൗണ്ട്സ് നമ്മൾ യാതൊരു ഡോസും അറിയാതെ ഉള്ളിലേക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് പലവിധ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പല ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള വളരെ ചാൻസസ് ഉണ്ട്. ഈവൻ നമ്മൾ ഡോക്ടർമാരാണെങ്കിൽ അത് കൊടുക്കുന്നത് ഇതൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കാൻ തന്നെ കൊടുക്കുക. അപ്പം നിങ്ങളിത് ഒന്നും അറിയാതെ കഴിക്കുകയാണെങ്കിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ ഈ ഇല ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കൂടി ചെയ്യുക. കാരണം പല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള കുറേ ആൾക്കാരുണ്ടാകും. അപ്പം നിങ്ങളിത് ഒരു വട്ടം ഇങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വല്ല ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ വേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇത് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ റോഡ് സൈഡിലും അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ കിട്ടുന്ന വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണിവ. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.